Welcome to Candela Physics Academy. നമ്മളൊരു KTET 1-2 ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ആ ക്രാഷ് കോഴ്സിന്റെ ഫീസ് ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് 500 രൂപയായിരുന്നു. അതിന്റെ ഏറ്റവും ബേസ് ഫീ ആയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പൊ നവംബർ 4-ാം തീയതി അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് KTET കാറ്റഗറി 1-ൽ വരുന്ന എൻവയോൺമെന്റൽ സയൻസ് പ്ലസ് മാത്സ് പോർഷൻസ് നമ്മളിപ്പോ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് 2-3 ചെറിയ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതും കൂടി ഇന്നത്തോടെ ഇത് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മളിപ്പോ അതിന്റെ സെക്കൻഡ് ഫേസ് ആയിട്ട് ഇംഗ്ലീഷ് പ്ലസ് മലയാളത്തിന്റെ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്നും നാളെയുമായിട്ട് ഇംഗ്ലീഷും മലയാളവും കഴിയും. അപ്പൊ നവംബർ 5-ാം തീയതിയോടുകൂടി ഇത് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുക. പിന്നെ നവംബർ 6 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലായിട്ട് നമ്മൾ അതിന്റെ സൈക്കോളജി, പിന്നെ സോഷ്യൽ സയൻസ് പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ 10 ദിവസം നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. KTET 2-ല് നമ്മുടെ ജനറൽ സയൻസിന്റെ പേപ്പർ കഴിഞ്ഞു, ഒപ്പം തന്നെ മാത്സിന്റെയും കഴിഞ്ഞു. അവിടെ ഇപ്പൊ ഇന്നും നാളെയായിട്ട് ഇംഗ്ലീഷും മലയാളവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 10 ദിവസം കൊണ്ടാണ് നമ്മൾ സൈക്കോളജി പെഡഗോഗിയുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 1000-ന്റെ മുകളില് ക്വസ്റ്റ്യൻസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ 2000 വരെ ക്വസ്റ്റ്യൻസിലേക്ക് എത്തിക്കാം. മലയാളവും ഏകദേശം 1000 ക്വസ്റ്റ്യൻസ് നമ്മൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ വഴിയും ഫേസ്ബുക്ക് ചാനൽ വഴിയും നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാവർക്കും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു ക്രാഷ് കോഴ്സ് നമ്മൾ പ്രഖ്യാപിച്ചതിന് ശേഷം അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചില ആളുകൾ ക്രാഷ് കോഴ്സിൽ ചേർന്നിട്ട് അവർക്ക് നോട്ട് കിട്ടിയില്ല, അത് കിട്ടിയില്ല എന്നുള്ള പരാതി പറഞ്ഞാൽ ആ പരാതി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ പറഞ്ഞാലും തന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാകുമല്ലോ എന്നുള്ള ഒരു പ്രീകോഷൻസിനും വേണ്ടിയിട്ടാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് യൂട്യൂബ് ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യുന്നത്. സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകൾ നമ്മൾ നവംബർ 5-6 തൊട്ടാണ് നമ്മൾ അതിന്റെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴേക്കും സയൻസ് പോർഷൻസ് എല്ലാം കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, ആ കൗണ്ട് ഡൗണിലെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാതും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മളൊരു വാഗ്ദാനം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു പരസ്യം നമ്മൾ പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരസ്യത്തിനനുസരിച്ച് തന്നെ ക്ലാസ്സുകളും കാര്യങ്ങളും നമ്മുടെ കാൻഡല ഫിസിക്സ് അക്കാഡമിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. +91 79 94 97 14 19 എന്നുള്ളതാണ് അതിന്റെ നമ്പർ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, LP UP എക്സാം വരില്ലേ, അപ്പൊ അതിന്റെ ഇന്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണ്ടേ എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവും LP UP എക്സാമൊക്കെ വരട്ടെ, അതിന് നമുക്ക് ഇനിയും സമയമുണ്ട് നമ്മുടെ കയ്യിൽ. നിങ്ങൾ ഈ 15 ദിവസം കൊണ്ട് ചെയ്യേണ്ടത് എന്താണ്, ഈ പരീക്ഷ എങ്ങനെയെങ്കിലും, അതിനിപ്പോ മാർഗം അല്ല ലക്ഷ്യം തന്നെയാണ് നമ്മുടെ പ്രാധാന്യം. ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പാസ്സാവാത്തവര് ആദ്യം KTET 1-ഉം 2-ഉം പാസ്സാവുക. അത് പാസ്സായതിനു ശേഷം മാത്രം LPS UPS ഇന്റർവ്യൂ കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതി. ഓക്കെ, അല്ലാണ്ട് ഇപ്പോഴേ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ പോലും വരാത്ത ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ തന്നെ നിങ്ങൾ ഓവർ തിങ്കിങ് ആവശ്യം വേണ്ട. LPS UPS വരട്ടെ, അത് വരുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അനുസരിച്ച് അത് പഠിച്ചാൽ മതി. KTET പാസ്സാവാനുള്ള അത്രയും ബുദ്ധിമുട്ടൊന്നും LPS UPS പാസ്സാവാനായിട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ LPS UPSനെ കുറിച്ചല്ല നിങ്ങളിപ്പോ ചിന്തിക്കേണ്ടത്. 15 ദിവസം അല്ലെങ്കിൽ KTET 2-നും ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഇനിയുള്ള 15 ദിവസം പഠിച്ചാലും നിങ്ങൾക്ക് KTET 1-ഉം 2-ഉം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള വഴികളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം 8ാം ക്ലാസ് പാസ്സായ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8ഉം 9ലും സിലബസ് കട്ട് ചെയ്തിട്ട് 10ാം ക്ലാസ്സിലെ സിലബസ് മാത്രം പഠിപ്പിച്ചാൽ മതിയല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നതും അതുപോലെയുള്ള ഒരു മണ്ടത്തരം തന്നെയാണ്. അപ്പൊ ആദ്യം KTET ക്വാളിഫൈ ചെയ്യുക, അതിനുശേഷം അതിന് അപ്പുറത്ത് വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുക.
കേട്ടോ. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് സമയം ഇനിയും ബാക്കിയുണ്ട്, ഇനിയും നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട്. 500 രൂപയുടെ കോഴ്സിൽ നമ്മൾ അത്യാവശ്യത്തിലധികം നമ്മൾ കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല കുട്ടികളും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 500 രൂപയുടെ കോഴ്സിൽ ഇതാണ് ഇത്രയ്ക്കും കണ്ടന്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 10,000ന്റെ കോഴ്സിൽ അപ്പൊ എന്തെല്ലാം കൊടുക്കുന്നുണ്ടായിരിക്കും എന്നാണ് കുട്ടികൾക്ക് ഇപ്പൊ ഒരു ബോധോദയം വരികയാണ് ചെയ്തത്. ഓക്കെ, ചില ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെയും കാണാത്ത ഫീസൊക്കെ ആണല്ലോ എന്നുള്ളത്. എവിടെയും കാണാത്ത ഫീസല്ല, ഫീസ് വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകാത്ത ചില വിഡ്ഢികളാണ് അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. എനിവേ, വിഡ്ഢികളോട് സംസാരിക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, KTET 1, 2, 3 ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സമയം ഇനിയും വൈകിയിട്ടില്ല. നിങ്ങൾക്ക് 500 രൂപയാണ് ഫീസ്. ഇത്രയും ലീസ്റ്റ് ഫീസ് വെച്ചുകൊണ്ട് KTET 1 and 2 ക്രാഷ് കോഴ്സ് നടത്തുന്ന ഒരു ഓൺലൈൻ സ്ഥാപനമോ ഒരു വെബ്സൈറ്റ് സ്ഥാപനമോ ഒരു സെന്റർ സ്ഥാപനമോ ഈ കേരളത്തിലില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. ഇതുപോലെ നമ്മൾ LPS UPSയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീസും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000 റുപ്പീസ് തന്നെയാണ് അതിന്റെയും ഏറ്റവും മിനിമം ഫീസായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക 79 94 97 14 19. അപ്പോൾ നിങ്ങളത് അറിയിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.